നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. എന്താ? തനിക്ക് മുന്നിൽ നിൽക്കുന്ന എസ് ഐ ദാമോദരനെയും പോലീസുകാരെയും കാണേ മേഘൻ ഒരൽപ്പം ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ അയാളോട് ചോദിച്ചു. ചെറിയ തമ്പുരാന്ത ഇവിടെ? അവന് മുന്നിൽ അയാൾ വിനയകുലീനനായി. ഇവിടെ നല്ല എ ക്ലാസ് പാലക്കാട് മട്ട കിട്ടുന്നു കേട്ടു. എന്നാ പിന്നെ കുറച്ച് ഇല്ലത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ എഴുതി വന്നാ ഞാൻ. അവൻ വാതിൽപ്പടിമേൽ കൈവച്ചുകൊണ്ട് ഒരു കളിയാക്കലിന്റെ സ്വരത്തിൽ അവര് നോക്കി പറഞ്ഞു. ദാമോദരൻ സാറും മട്ട വാങ്ങാൻ വന്നതായിരിക്കും അല്ലേ? അവൻ അയാളെ വിടാൻ പാകമില്ലാതെ ചോദിച്ചു. അത് കേൾക്കാൻ അയാൾ ഒന്നുകൂടെ ഒന്ന് പരിങ്ങി. എടാ, ഡോക്ടർ പറഞ്ഞ മുറി തന്നെയല്ലേ? അയാൾ അടുത്തുനിന്ന കോൺസ്റ്റബിൾമാരിൽ ഒരാളോടായി ചോദിച്ചു. അതെ സർ, ഈ മുറിയാണെന്ന് അങ്ങനെ പറഞ്ഞു. അയാൾ പെട്ടെന്ന് ഉത്തരം നൽകി. എന്താണ് സാറന്മാര് തമ്മിലൊരു കുശൂശിക്കല്? മട്ട എത്ര കിലോ വേണമെന്ന് കണക്കെടുത്തായിരിക്കും അല്ലേ? അവൻ അവർക്ക് മുമ്പിലേക്ക് കയറിയെന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ തമ്പുരാൻ കുഞ്ഞെ, ഞാനിവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ട് വന്നാ ഒരു മർഡർ അറ്റംപ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞതിനെ തുടർന്ന് വന്നാ ഞങ്ങള്. അയാൾ അവനോട് കാര്യം അവതരിപ്പിച്ചു. കേസൊക്കെ ഉള്ളതാ, പക്ഷേ ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ സാറേ. അവൻ കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അയാളോട് പറഞ്ഞു. ഞാനൊന്ന് ആ പെൺകൊച്ചിനെ കണ്ടോട്ടെ, അതിന് പരാതിയില്ല എന്ന് പറയണേ പിന്നെ പ്രശ്നമില്ല. അയാൾ അവനോട് വ്യക്തമാക്കി. കണ്ടേ തീരൂ നിർബന്ധമാണോ? അത് ജോലിയുടെ കാര്യമായോണ്ട് അയാൾ മടിയോടെ പറഞ്ഞു. ഓ, സാറ് പിന്നെ ജോലിയുടെ കാര്യത്തില് പണ്ട് പക്ക ഡീസന്റ് ആയോണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തൂലെന്ന് എനിക്ക് അറിയൂലേ? അവനൊരു ആക്കലോടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ കിടന്ന ഇടിവളന്ന് കയറ്റി വെച്ചു. അത് കണ്ടതും അയാൾ നന്നായി തന്നെ പരിങ്ങി. എന്തായാലും വന്നല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ മെഴുകാതെ അകത്തേക്കോ, ബാക്കി മെഴുകൽ എന്നിട്ടാവാം. അവനെ അയാളൊന്ന് ഇരുത്തി നോക്കി പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി. ഇങ്ങേരെന്താ സാറേ ഇവിടെ? അകത്തേക്ക് കയറുന്നതിനിടെ ഒരു പോലീസുകാർ അയാളോട് തിരക്കി. ഇതിനുള്ള ഉത്തരം അങ്ങേര് പറഞ്ഞത് താൻ കേട്ടില്ലേടോ, മട്ട വാങ്ങാൻ വന്നാണെന്ന്. അയാൾ ആ ചോദ്യം ചോദിച്ച പോലീസുകാരനൊന്ന് കനപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയെന്നവരെ കണ്ടതോ ഭൂവിയെന്ന് നെറ്റി വിളിച്ചുകൊണ്ട് തനിക്കരികിൽ നിൽക്കുന്നവരെ നോക്കി. എസ് ഐ സാറിന് നിന്നോട് എന്തൊക്കെയോ ചോദിച്ചറിയണമെന്ന് അവളുടെ നോട്ടം കാണേ അവൻ അവളോട് പറഞ്ഞു. എന്നാൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നവളെ കണ്ടതും ദാമോദരൻ നന്നായിട്ട് തന്നെ ഒന്ന് പതറി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഇവളെ മുന്നിൽ കാണുന്നത്. അതിന്റെ ഒരു വൈക്ലബ്യ ആ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട്. ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ വേഗം അങ്ങ് ചോദിക്കും സാറേ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ. മേഘനയുടെ ആ പരിങ്ങലോ നോക്കിക്കൊണ്ട് അവൾ എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് ചായച്ചിരുത്തി. എന്താ നടന്നത് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? അയാൾ ചോദിക്കുന്നതിനൊപ്പം മേഘനൊന്ന് ഇടങ്ങണിട്ട് നോക്കി അവിടെ കിടന്ന് സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്ന വഴി ഒരു കാറ് പുറകിൽ നിന്ന് തന്നെ ഇടിക്കാനെന്ന പോലെ വന്നു. ആ ഒരു നീക്കം തീരെ പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് സൈഡിലേക്ക് മാറാൻ ശ്രമിച്ചപ്പോൾ നിലയിട്ടാ താഴേക്ക് വീണുപോയി. ആ വീഴ്ചയിൽ അവിടെ റോഡരികിൽ പൊട്ടിക്കിടന്ന ഒരു ചില്ലുകുപ്പി ദേഹത്തെ തുളഞ്ഞെറിയായിരുന്നു. ഇത്രയാ സംഭവിച്ച്. അവളെ അവിടെ കണ്ണുകളിൽ തെല്ലിട പോലും നോട്ടം മാറ്റാ പറഞ്ഞിരുത്തുമ്പോൾ അവിടെ ആ തീക്ഷ്ണമായ മിഴികളും വാക്കുകളും ഒരുപോലെ അയാളെ കുടുക്കിലാഴ്ത്തി. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ്, ഇവിടെ കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ വിഷാംശം ഉണ്ടായിരുന്നു എന്നാണല്ലോ ഡോക്ടറുടെ മൊഴി. അയാൾ അവളോട് തിരക്കി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ആൾ പെട്ടെന്ന് തന്നെ അയാൾക്കുള്ള മറുപടി നൽകി. ആ വണ്ടിയിൽ വന്നവർ ആരാണെന്ന് വല്ല അറിവുണ്ടോ? ഇല്ല. അവരുടെ മുഖം ഓർക്കുന്നുണ്ടോ? ഇല്ല. ആ വണ്ടി നമ്പരെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞ എൻ്റെ നാവിൽ നിന്ന് വീഴുന്ന രണ്ടാമത്തെ പേര് സാറിൻ്റെ ആയിരിക്കും. എന്താ, അത് വേണോ? അവളെ അയാളുടെ കണ്ണുകളിൽ നിന്ന് ഓട്ടം മാറ്റാൻ ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിൽ അയാളൊന്ന് പതറി. തൽക്കാലം ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ല സാറേ. ഉള്ളതത്രയും കാലത്തിന്റെ പരീക്ഷണത്തിൽ പോലും തളരാത്ത ഉറച്ച സത്യങ്ങളാ. ആ സത്യങ്ങളിൽ എവിടെയും എന്റെ മുന്നിലിരിക്കുന്ന എസ് ഐ ദാമോദരന്റെ നിഴൽ പോലും പതിഞ്ഞിട്ടില്ലാത്തതിനാൽ അതിന്റെ ഭാരം ഞാൻ ഒറ്റയ്ക്ക് ചുമന്നോളാം. മേഘൻ അയാളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ലാച്ചാ സാറിന് മടങ്ങാം. അവൻ കൈകൾ പുറകിലേക്ക് കെട്ടിക്കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന ആളോടായി പറഞ്ഞു. അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഇരുന്നിരുന്ന് എഴുന്നേറ്റു. ശേഷം അവരിരുവരെയും നോക്കി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പോ പട്ടി ചന്തക്ക് പോയതുപോലെ ആയല്ലോ സാറേ. ആ മുറിക്ക് പുറത്തേക്ക് കിടന്നു കൂടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ എസ് ഐ ദാമോദരനോട് പറഞ്ഞു. അയാൾ ആ പറഞ്ഞവന് നേരെ ഒന്ന് കടുപ്പത്തിൽ നോക്കി. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞ. അയാളുടെ ആ നോട്ടം കാണേ അയാൾ ഒരു പതട്ടത്തോടെ പറഞ്ഞു. താൻ കൂടുതൽ അങ്ങ് ഉദാഹരിക്കണ്ട, അയാൾ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് നിന്നേ. പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അയാളും കൂടെയുള്ളവരും വേഗം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. തങ്ങൾക്കടുത്തേക്ക് നടക്കുന്ന മേഘനെ കാണേ ദാമോദരനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഒരു കാര്യം പറയാൻ മറന്നു. അവൻ ആർക്കൊമ്പിലേക്ക് വന്നിരുന്നുകൊണ്ട് ചിരിച്ച മുഖത്തോടെ പറഞ്ഞു. അകത്തുള്ളവൾ എൻ്റെ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം
സാറന്മാർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി നേരുന്നു. അവൻ അവരെ നോക്കി അതേ ചിരിയോടെ പറഞ്ഞു. അവരെല്ലാവരും അവനിത് എന്താണ് പറഞ്ഞു വരുന്നതെന്നറിയാതെ അവനെ മുഖം ചുളിച്ച് നോക്കി. അധികം അങ്ങ് മുഖം ചുളിക്കണ്ട. തൽക്കാലം സാറന്മാർ മനസ്സിലാക്കിയത്രയും ആ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. അത് ഞാനായിട്ട് എല്ലാവരെയും അറിയിക്കുന്ന കാലം വരിക്കും അങ്ങനെ ഇരിക്കുന്ന എനിക്കിഷ്ടം. അവൻ ചിരിയോടെയാണ് പറയുന്നെങ്കിലും ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൗര്യം അതെതിരെ നിൽക്കുന്നവർക്ക് സ്പഷ്ടമായി തന്നെ മനസ്സിലായി. ഇനിയിപ്പോ തീരെ മനസ്സിൽ വെക്കാൻ പറ്റാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇന്ന് രാത്രി തന്നെ ഞാൻ അതിന് പരിഹാരം കണ്ടോളാം. അവൻ അവരെ നോക്കി തന്നെ മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എസ് ഐ ദാമോദരന്റെ നെറ്റിൽ വിയർപ്പ് ഒടിഞ്ഞു. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. അവൻ അവരെ നോക്കിയും തലയടിച്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. അങ്ങേരിപ്പോ പറഞ്ഞിട്ട് പോയതേ ആ പെൺകുച്ച് അങ്ങയുടെ ഭാര്യയാണെന്നുള്ള കാര്യം പുറത്തറിഞ്ഞ രാത്രി വീട്ടിൽ കയറി തല്ലുന്നല്ലേ? ആ കൂട്ടത്തിലെ ഒരു കോൺസ്റ്റബിൾ മറ്റൊരു കോൺസ്റ്റബിളിനോട് അടക്കം പറഞ്ഞു. ആ പറഞ്ഞിട്ട് പോയതേ അങ്ങേർക്കുള്ള. അയാൾ തനിക്ക് മുമ്പിൽ നിന്ന് എസ് ഐ ദാമോദരനെ കണ്ണ് കാണിച്ചുകൊണ്ട് അടക്കം പറഞ്ഞു. അങ്ങോട്ട് മാറിക്കണോ. എസ് ഐ ദാമോദരൻ വന്ന ദേഷ്യത്തിൽ അവരെ തള്ളി മാറ്റിക്കൊണ്ട് തിരികെ നടന്നു. ഇന്നത്തെ കള്ളുടി സഭക്കുള്ളതായിട്ടുണ്ട്. അയാളുടെ ആ ദേഷ്യം പിടിച്ചുള്ള പോക്കാണ് അതിലൊരാൾ പറഞ്ഞു. അതെ അതെ. അത് കേൾക്കെ ബാക്കിയുള്ളവരും അതിനെ ഒരു പുച്ഛത്തോടെ അനുകൂലിച്ചുകൊണ്ട് അയാൾക്ക് പുറകെ നടന്ന് നീങ്ങി. ഓ ഓ ഒന്നുമില്ല എന്റെ പെണ്ണത്തെ കഴിഞ്ഞു. ആൾ പറഞ്ഞുകൊണ്ട് കുറുക്കിന്റെ പാത്രം മാറ്റിവെച്ച് കുഞ്ഞിന്റെ മുഖത്ത് പറ്റി പിടിച്ചിരുന്ന കുറുക്കെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് അവളെയും തോളിലിട്ട് എഴുന്നേറ്റു. എന്തിനാ നീ വാശി കാണിക്കണ എന്റെ കുഞ്ഞിപ്പാറു? ഇന്ന് എന്തെങ്കിലും ഒരു തരി അകത്തോട്ട് ചെന്നിട്ടുണ്ടോ? രാവിലെ തുടങ്ങിയതല്ലേ ഈ കയറൂട്ടിക്കിന്? അതിന് മാത്രം എന്താ എന്റെ കുട്ടിക്ക് ഇത്ര സങ്കടം? അവൾ തന്നെ തോൾക്കിടന്ന് ഏങ്ങി കരയുന്ന കുഞ്ഞിന്റെ പുറത്തട്ടി കൊടുത്തോണ്ട് ചോദിച്ചു. ദേ നോക്കി, ആ സിംഹങ്കാരത് കണ്ടോട്ട് വന്നാലേ എന്നെ നിർത്തി പൊരിക്കും, ഞാൻ പറഞ്ഞേക്കാം. ആൾ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനോട് പരാതി പറഞ്ഞു. എന്നിട്ട് അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആളിപ്പോഴും ആ ഏങ്ങിക്കരച്ചിൽ തന്നെയാണ്. ഇങ്ങനെ കരയിലെ എന്റെ കുഞ്ഞി നീ. ആൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കിടക്കയിലേക്ക് കിടത്തി. ശേഷം അവൾക്കടുത്തേക്ക് കിടന്നു. കിടക്കയിലേക്ക് കിടന്നവും കരച്ചിലിന്റെ ശബ്ദം വീണ്ടും ഉച്ചത്തിലായി. നീലിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു നിമിഷം തന്നെ മുന്നിൽ കിടന്ന് തൊണ്ടകാരി കരയുന്ന കുഞ്ഞിനെ ഒന്ന് വേദനയോടെ നോക്കി. കരഞ്ഞു കരഞ്ഞ് മുഖമാകെ ചുവന്ന് കയറിയിട്ടുണ്ട്. വിതുമ്പി കരയുന്ന കുഞ്ഞിനെ കാണേ അവൾക്കൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് വിതുമ്പി ഉറക്കുന്ന ആ കുഞ്ഞു ശരീരം അവളുടെ കണ്ണിൽ നീർ പൊടിച്ചു. ഇങ്ങനെ കരയിലെ എന്റെ പാറു, നീ പേടിയാവുണ്ട് കേട്ടോ. ആൾ കുഞ്ഞിനെ വീണ്ടും തോളിലേക്കിട്ട് തട്ടിക്കൊടുത്തുകൊണ്ട് നിറമിഴിയാലെ പറഞ്ഞു. ഇന്ദ്രനാണെങ്കിൽ ഇവിടെ ഇല്ല. സഹായത്തിന് ആരുമില്ലാതെ ഇങ്ങനെ വാശി പിടിച്ച് കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് താൻ എന്ത് ചെയ്യുന്നറിയാതെ അവൾ ഉയറി. ഇവിടെയുള്ള ഒറ്റൊരെണ്ണം തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തോളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കരച്ചിൽ ഇനിയും കേട്ടിരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം അവൾ കുഞ്ഞിനെയും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഓ ഒന്നുമില്ലടാ വാവേ. അവൾ ഗോവണി ഇറങ്ങുന്നതിനിടെ കുഞ്ഞിന്റെ തോളിലും തട്ടിക്കൊടുത്തുകൊണ്ട് നിറമിഴിയാലെ പറഞ്ഞു. ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് തറവാടിന്റെ കാരണവരും സംഘവും. അവൾ അവരെ ശ്രദ്ധിക്കാതെ വേഗം കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ വേള ഇത് ഈ നട്ടുച്ച തിരിയുന്ന നേരത്തെ ഇത് എങ്ങോട്ടാ? അതിനെയും കൊണ്ട് ഈ പായുന്നേ. അവളുടെ ആരെയും വകവെക്കാതെയുള്ള പോക്കാണ് സൗദാമിനി ആരോട് നില പറഞ്ഞു. നീ ആര് പുറത്തേക്ക് പായുന്നത് നോക്കി ഉറക്കി വിളിച്ചു. പക്ഷെ അവരുടെ ആക്രോശമൊന്നും അവളുടെ കാതുകളിലേക്ക് എത്താത്ത വിധം ആ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടിരുന്നു. ആ മനസ്സ് നിറയെ തന്നെ നെഞ്ചോരം ചേർന്നിരിക്കുന്ന ആ കുഞ്ഞു ശരീരത്തിന്റെ വിങ്ങിക്കരച്ചിൽ മാത്രം തങ്ങി നിന്നു. ഓ ഒന്നുമില്ലടാ, ഇങ്ങനെ കരയിലിന്റെ കുഞ്ഞെ നീ. ആൾ നിറഞ്ഞു തൂവുന്ന കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ആ വലിയ ഗേറ്റിന് പുറത്തേക്ക് കടന്നു. ഈ രംഗം കണ്ടുകൊണ്ട് മുകളിലെ തന്റെ മുറിയുടെ ജനാലക്കരികിൽ നിന്നവന്റെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി വിരിഞ്ഞു. അവള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗേറ്റും കടന്ന് നടന്നകലുന്നവളിൽ നിന്ന് തെല്ലിയുടെ പോലും ദൃഷ്ടി പറിച്ചു മാറ്റാതെ ജിത്തു ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ടായിരുന്ന ആളോട് പറഞ്ഞ ശേഷം ആ കോള് കട്ട് ചെയ്തു. ഓരോ ചൂടുകൾ മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ കാഴ്ചയെ മറക്കും വിധം മിഴികൾ നീർപ്പൊഴിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് തന്നെ തോൾക്കിടന്ന് കരയുന്ന കുഞ്ഞിനെ തേടിപ്പോകുന്നുണ്ട്. ഒടുത്തിരിക്കുന്ന കോട്ടൺ സാരിയുടെ അറ്റം കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് ആ പൊരി വെയിലത്തൂടി നടന്നു നീങ്ങുവേ അവൾക്ക് കിതപ്പും വിയർപ്പും ഒരുപോലെ പ്രകടമായി. ഉച്ചതിരിഞ്ഞ സമയമായതിനാൽ വഴിയിലധികം ആളുകളൊന്നുമില്ല. ആ ആളൊഴിഞ്ഞ അന്തരീക്ഷം അവളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ ഭയത്തെ താൻ അതിജീവിച്ചേ മതിയാവൂ എന്ന പോൽ അവൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഇന്ദ്രൻ അമ്പല പരിസരത്ത് കാണുമെന്ന പ്രതീക്ഷയിലാണ് മുന്നും പിന്നും നോക്കാതെയുള്ള അവളുടെ ഈ പാച്ചിൽ. എന്താ കുട്ടി, എന്തിനാ കുഞ്ഞിങ്ങനെ കരയണേ? അവളുടെ ധൃതി പിടിച്ചുള്ള നടത്തവും കുഞ്ഞിനെ നിർത്താതെയുള്ള കരച്ചിലും കേൾക്കെ അവൾക്കെതിരെ നിന്ന് നടന്നു വരുന്നൊരു വൃദ്ധ അവർക്കരിയിലേക്ക് നിന്നുകൊണ്ട് തിരക്കി. അറിയില്ല, ഞാൻ ഇന്ദ്രേട്ടനെ നോക്കി. അവൾ സംസാരിക്കാൻ കഴിയാതെ കിതപ്പാറ്റി. ആ വൃദ്ധ കുഞ്ഞിനെ അവളെയും മാറി മാറി നോക്കി. കുട്ടി എവിടുത്തെയാ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അവർ കാഴ്ച മങ്ങി തുടങ്ങിയ തന്റെ കണ്ണുകൾ ഒന്നുകൂടെ ചുരുക്കിക്കൊണ്ട് അവൾ നോക്കി ചോദിച്ചു. നാൽപ്പാട്ടെ.
ആൾക്കിതപ്പോടെ അവർക്കുള്ള മറുപടി നൽകി. ആ, നാൽപ്പാട്ടെ തമ്പുരാൻകുട്ടിയുടെ വേളിയാണോ? അവർ വിടർന്ന കണ്ണുകളോട് അവളോട് തിരക്കി. അവൾ അതേ എന്ന പോലെ അവരെ നോക്കി തലയാട്ടി. എന്താ ഈ നേരത്തെ ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കണേ? അല്ല, ഈ കുഞ്ഞെന്തെങ്ങനെ കരയണേ? അവരവളുടെ കയ്യിലിരുന്ന് കരയുന്ന കുഞ്ഞിന്റെ തലയിലൂടെ വിരലോടിച്ചുകൊണ്ട് തിരക്കി. അറിയില്ല, രാവിലെ തുടങ്ങി കരച്ചില്ല, എന്താന്നും മനസ്സിലാവണില്ല. അവൾ കുഞ്ഞിനെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ നോക്കി വിതുമ്പലോടെ പറഞ്ഞു. എന്നാ വേഗം ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ കുട്ടി, തമ്പുരാൻകുട്ടി അവിടെ ഉണ്ട്. അവരവളോട് പറഞ്ഞു. അതുവരെ എരിഞ്ഞുകൊണ്ടിരുന്ന മനസ്സൊന്ന് ശാന്തമായത് അവൾ അറിഞ്ഞു. ഞാനിപ്പോൾ അവിടുന്ന് വരണേ, അവിടെ ക്ഷേത്രക്കുളം വൃത്തിയാക്കണ പണി നടക്കുകയല്ലേ, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്, കുട്ടി വേഗം പോയിക്കോളൂ, കുഞ്ഞിപ്പോൾ തന്നെ അവശയായി. അവരവളോട് പറഞ്ഞു. അവരെ നോക്കിയൊന്ന് കൈകൂപ്പിക്കൊണ്ട് അവൾ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് അവിടുന്ന് മുന്നോട്ട് നടന്നു. അവൾക്ക് മുന്നിലേക്ക് ഒരു കാറ് വന്നിന്ന് ഒന്നിച്ചാണ്. എവിടെ നോക്കിയാടോ നീയൊക്കെ വണ്ടി ഓടിക്കണേ? ആളെ തൊട്ടില്ലെന്ന പോലെ വന്നിരുന്ന കാറിലേക്ക് നോക്കി ആളുടെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ആ വണ്ടിയിലേക്ക് നോക്കിയ ശേഷം കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും അവളുടെ ആ നീക്കത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കുറച്ചുപേർ അവർക്ക് മുമ്പിലേക്കായി വന്നു നിന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ കാണെ കുറച്ചു മുന്നേ വരെ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അശാന്തത അവളെ വീണ്ടും പിടികൂടി. ഏതാണാ നീയൊക്കെ? ആ കുട്ടിയുടെ വഴിയാടാൻ മാറിക്കടാ! ആ വൃദ്ധ അവരോട് ഒച്ചയെടുത്തു. മര്യാദക്ക് നീയായിട്ട് വന്ന് വണ്ടി കയറി ഞങ്ങളുടെ പണി എളുപ്പമാവും. ഞാനായിട്ട് പിടിച്ചു കയറ്റിയ ചിലപ്പോ ആ കയ്യിലിരിക്കുന്നതിന് പിന്നീട് ഒച്ച കാണില്ല. അതിലൊരുവൻ ചെവിയിൽ വരയിട്ട് കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി പറയലും ആൾ കുഞ്ഞിനെയും കൊണ്ട് വലതുവശം ചേർന്ന വഴിയെ ഓടിയിരുന്നു. പിടികളാളെ! അയാൾ കൂടെ ഉണ്ടായിരുന്നവരോട് കൽപ്പിച്ചതും അവരവൾക്ക് പുറകെ പാഞ്ഞു. അയ്യോ, ആരാണ് നീയൊക്കെ? ആ പെൺകൊച്ചിനെ വിട്ടാ നാറികളെ! ആ വൃദ്ധ അവൾക്ക് പുറകെ പായുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞു. മിണ്ടാതെ ഇരുതകള്! പറഞ്ഞുകൊണ്ട് അയാൾ അവരുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ദേവി! അവർ താഴെ കിടന്ന് പിടഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ആ ചുളി വീണ കയ്യിലെ തൂക്കുപാത്രത്തിൽ കരുതിയിരുന്ന നീതിച്ചോറ് താഴെ വീണ് ചിതറി. നീയൊക്കെ നശിച്ചു പോകടാ നാറികളെ! അവർ വീണെടുത്ത് കിടന്ന് വേദനകൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ അവരുടെ വയലിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു. അമ്മേ, അമ്മേ! അവരിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് വരുന്നതിനോടൊപ്പം ആ കണ്ണുകൾ പയ്യെ അടഞ്ഞു. ചാവുതളെ! അയാൾ അവരെ കാലിനാലും തട്ടിക്കൊണ്ട് അവർ പോയ വഴിയെ നടന്നു നീങ്ങി. തനിക്ക് മുന്നിലെ കാട്ടുവഴികളിലൂടെ അവൾ ഒരു മാത്രം പോലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. ഓടുന്നതിനിടെ പലപ്പോഴും ഉടുത്തിരുന്ന സാരിയിൽ തട്ടി അവൾ മുന്നിലേക്ക് ആഞ്ഞു പോകുന്നുണ്ട്. നഗ്നമാർന്ന പാദങ്ങൾ എന്നിലെല്ലാമോ തട്ടി പലതവണ അവളുടെ വേഗതയ്ക്ക് ഭംഗം വരുത്തുന്നുണ്ട്. മനസ്സ് പൂർണ്ണമായും ഭയത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണോ എന്നറിയില്ല, ശരീരം എത്ര തന്നെ തളർന്നിട്ടും അവൾ തന്റെ കുതിപ്പ് നിർത്തിയില്ല. തോളിൽ കിടന്ന് കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോൾ ഉച്ചത്തിലായിട്ടുണ്ട്. താൻ അവരുടെ പിടിയിലാകപ്പെടുന്ന ക്ഷണം തനിക്ക് കുഞ്ഞിന് ഒരുപോലെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവളിൽ വിറയൽ സൃഷ്ടിച്ചു. പുറകിൽ നിന്നുള്ള ആക്രോശം ചെവിയിലേക്ക് തുളഞ്ഞു കയറിയതും അവൾ കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. മരണവെപ്രാളത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നവൾ മുന്നിലെ കാട്ടുവള്ളിയിൽ കാലുടക്കി നിലത്തേക്ക് വീണു. താഴേക്ക് വീഴുമ്പോഴും അവൾ കുഞ്ഞിനെ തന്നെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു. എവിടേക്കാടി നീ പായുന്നേ? അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ഒരുത്തൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവൾ നിലത്തുനിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ആക്രോശിച്ചു. തന്റെ തല പിളരും പോലെ വേദനിച്ചു ശക്തമായ ഒരു തേങ്ങൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ ശാന്തമായ കാനനാന്തരീക്ഷത്തിൽ അവളുടെയും കുഞ്ഞിനെയും കരച്ചിൽ ചീളുകൾ ഒരുപോലെ മുഴങ്ങി കേട്ടു. ഇങ്ങോട്ട് വാടി ഉരുമ്പോട്ടോളെ! അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചു. എന്നെ വീട്ട്! അവൾ നിലവിളിച്ചുകൊണ്ട് അയാൾ വലിക്കുന്നതിനനുസരിച്ച് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അടങ്ങി കിടക്കടി മോളെ! അയാളുടെ നാക്ക് നിമിഷ നേരം കൊണ്ട് വിഷം തുപ്പി. എന്നെ വീട്ടോ! എന്നിട്ട് അവൾ അടങ്ങാതെ കുഞ്ഞിനെ അടക്കി പിടിച്ച് കുതിരിക്കൊണ്ടിരുന്നു. നിന്നോട് മര്യാദക്ക് പറഞ്ഞാൽ നീ കേക്കില്ല അല്ലേടി? ചോദിക്കുന്നതിനൊപ്പം അയാൾ അവളുടെ മുടിയിൽ നിന്ന് കൈയെടുത്ത് അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചതും അവളൊരു നിലവിളിയോടെ താഴേക്ക് വീണു. ആ വീഴ്ചയിൽ അവളുടെ തല അവിടെ കിടന്ന കല്ലിൽ ശക്തിയായി ഇടിക്കുന്നതിനൊപ്പം നെറ്റിയിലൂടെ രക്തം പടർന്നിറങ്ങാൻ തുടങ്ങി. അവളുടെ ഒടുക്കത്തെ ഒരു പെടച്ചില് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ കിടന്നൊരു വലിയ കല്ലെടുത്ത് അവളുടെ തലക്ക് മുകളിലേക്ക് ഇടാനാഞ്ഞതും അയാളുടെ കൂട്ടാളികൾ അയാൾ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. നീ എന്ത് ഭ്രാന്താടി കാണിക്കുന്നത്? ഈ പെണ്ണിനെ കൊന്നിട്ട് വരാൻ അങ്ങനെ പറഞ്ഞ് ജീവനോടെ കൊണ്ടുവരാനാ? അതിലൊരുവൻ അയാൾ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ആക്രോശിച്ചു. നീലൊരു നിമിഷം താൻ മരിച്ചെന്നെ കരുതിപ്പോയി. ആ കല്ലിൽ തന്നെ തലയോട്ടിയ പിളർക്ക് നിമിഷം അവൾ കണ്ണിൽ കണ്ടു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു രാക്ഷസനാണെന്ന തിരിച്ചറിവ് അവളെ ഭീതിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. പിന്നെ ഈ പന്നമോൾ കിടന്ന് പെടയുന്ന പെടച്ചിൽ നീ കണ്ടല്ലേടാ? അയാൾ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവന് നേർക്ക് ചാടി. അവിടെ നിന്ന് കാണ്ടി പിടികൂടാ അവളെയും കൊണ്ട് വരാൻ നോക്കടാ! അവരുടെ നേതാവെന്ന് തോന്നിക്കുന്നവൻ അവർക്കടുത്തേക്ക് വന്ന് ശബ്ദമുയർത്തിയതും അവർ പെട്ടെന്ന് നിശബ്ദരായി.
ഓ ഇതെന്ത് തൊള്ളകാറിലാടാ. അവളെ കൊല്ലാൻ നോക്കുന്നതിന് വരെ അതിനങ്ങ് തീർക്കാൻ പാടില്ലായിരുന്നു എനിക്കൊക്കെ. ആരും ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്ന് അവളുടെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് തന്റെ വലതുകരം നീട്ടിയതും അവളെ അവിടെ കൈതട്ടി മാറ്റിക്കൊണ്ട് കുഞ്ഞിനെ കുറച്ചുകൂടി തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ഏട്ടാ അവൾ ഇടറിപ്പോകുന്ന വാക്കിലൂടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലും തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. നീ ആയിട്ട് വന്ന് വണ്ടി കയറുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുന്നതിനൊപ്പം കുഞ്ഞിനെ ബലമായി അവളിൽ നിന്ന് നടത്തിയെടുക്കാൻ ശ്രമിച്ചതും കയ്യിൽ കിട്ടിയ എന്തോന്നെടുത്ത് അവൾ അയാളുടെ തലയിലേക്കായി ആഞ്ഞടിച്ചിരുന്നു. അയാൾ തല കുത്തി പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നുപോയി. ആ ഗ്യാപ്പിൽ അവൾ താഴെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഓടാൻ ശ്രമിച്ചതും അതിലൊരുവൻ അവളെ വട്ടം പിടിച്ചുകൊണ്ട് അവിടെ ആ നീക്കത്തെ തടഞ്ഞിരുന്നു. എന്റെ വീട്, എനിക്ക് പോകണം. അവളെ അയാളുടെ പിടിയിൽ നിന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. നീ എങ്ങോട്ടും പോകില്ലടി. അയാൾ പറഞ്ഞുകൊണ്ട് അവളുമായി മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങോട്ട് നടക്കാൻ മോളെ. അയാൾ അവിടെ മുടിക്കുത്തിൽ പിടിച്ച് നിലത്തൂടെ വലിച്ചഴിച്ചുകൊണ്ട് ആക്രോശിച്ചു. എന്നെ വിട്ടേക്ക് പ്ലീസ്. അവൾ അവരോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. നീ ഇപ്പോ ഈ നിമിഷം ചത്തുമറച്ചു കിടന്നാലും അതുമാത്രം നടക്കില്ലടി. നിന്നെ ജീവനോടെ കൊണ്ടുവരാൻ ഏറ്റുപോയി. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നീ ചത്തിട്ടുണ്ടായനെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലമുടിയിലെ പിടുത്തം മുറുക്കിയതും അവളൊന്ന് ഞെരങ്ങി കരഞ്ഞുപോയി. തന്റെ അന്ത്യം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ചിന്ത അവളെ ചുട്ടുപൊള്ളിച്ചു. അവിടുന്ന് ഇറങ്ങി വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ഉള്ളാരെ ശപിച്ചു. തന്റെ നെഞ്ചിൽ യാതൊരു അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെ കാണെ അവൾക്കൊരു നിമിഷം തന്നോട് തന്നെ വെറുപ്പ് തോന്നി. താൻ ഒറ്റൊരാൾ കാരണമാണ് തനിക്കൊപ്പം ഒന്നറിയാത്ത കുഞ്ഞിന്റെ ജീവൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് അവൾക്ക് അടുത്ത ഹൃദയഭാരത്താൽ വെന്ത് നേറിക്കൊണ്ടിരുന്നു. എല്ലാത്തിനു മുകളിൽ തന്റെ പാതിയായവന്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവൾ ഒരു നിമിഷം എന്റെ മിഴികൾ ഇറുക്കി അടച്ചു. നീ പോത്തെ. ആ ശബ്ദം തന്നെ തൊട്ടരികിൽ അറിഞ്ഞെന്ന പോൽ ആ വേദനകൾക്കിടയിൽ അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഇന്ദ്രേട്ടാ. അവളുടെ ചിലമ്പിച്ച ശബ്ദം പുറത്തേക്ക് തെറിച്ചതും അതിലകമ്പടിയോടെ ചങ്ങലകൾ തമ്മിൽ ഒരുമുന്ന പോലെ ഒരു ശബ്ദം അവിടെ ആകെ വ്യാപിച്ചു. ആ ശബ്ദം ചെവിയിലേക്ക് എത്തിയത് മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നവരുടെ കാലുകൾ ഒരു നിമിഷം നിലത്തുറച്ചു പോയി. ആണോ എന്താണ് ആ ശബ്ദം? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തം ബാക്കിയുള്ളവരുടെ തിരക്കി. നിന്റെയൊക്കെ വായു നോക്കിക്കാ മുന്നോട്ട് ഇറങ്ങണം. അയാൾ ആ ചോദ്യം ചോദിച്ചിരുന്നവർ കയർത്തതും അയാൾ പിന്നീട് ഒരു ചോദ്യത്തിനേക്കാൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. ഇപ്പോൾ ആ ശബ്ദം അവർക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഒന്നനങ്ങി നടക്കടാ കോപ്പേ, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ഈ പ്രാവശ്യം ആ ശബ്ദത്തിനൊപ്പം ആരുടെയും സംസാരം കൂടി ചെവിയിലേക്ക് എത്തിയതും ആ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. എന്നാ നീ ഇവിടെ നില്ലേ? അല്ല പിന്നെ മനുഷ്യനിട്ട് വളക്കുന്നതിന് ഒരു അതിരില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്ന് കാണുന്നത് വാടിത്തളർന്ന പോലെ നിൽക്കുന്ന നീലിയെയും അവളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ 4 വർഷത്തിനെയുമാണ്. അത് കാണെ അവന്റെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് കൂറുമത നിറഞ്ഞു. ആരാണോ നീയൊക്കെ? അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു. അതുവരെ അവരുടെ പിന്നിൽ തളർന്നു നിന്നവളുടെ ദൃഷ്ടി ഒരു നിമിഷത്തേക്ക് മുന്നിലേക്ക് പോയതും അവൾ കാണുന്ന തനിക്ക് മുമ്പിൽ അവരെ ദയിപ്പിക്കാൻ പാകത്തിൽ നിൽക്കുന്ന രുദ്രനെയാണ്. അത് ചോദിക്കാൻ നീ ആരാടാ? അതിലൊരുവൻ ചോദിച്ച് രുദ്രനെ നേർക്ക് പാഞ്ഞെടുത്തു. കുട്ടി ശങ്കര! അവന്റെ ശബ്ദം അവിടെ ആലോചിച്ചു. അടുത്ത നിമിഷം അവിടെ നിന്നിരുന്നവരുടെയെല്ലാം ചെവി തുറക്കുമാർ ഉച്ചത്തിലൊരു ചിഹ്നം വിളി അവിടെ ഉയർന്നു കേട്ടു. ആ ശബ്ദം കാതിലേക്ക് വച്ചു. അവിടെ നിന്നിരുന്നവരെല്ലാം ഒരു നിമിഷം വിരണ്ടു. അവിടെ മിഴിച്ചിക്കാതെ ഇങ്ങോട്ട് വാടിയാണി. അവന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. ആൾ വേഗം തന്നെ പിടിച്ചു വെച്ചിരുന്നവന്റെ കൈ വിടുവിച്ചുകൊണ്ട് അവനടുത്തേക്ക് നീങ്ങി. അവർക്കടുത്തേക്ക് മുരണ്ടുകൊണ്ട് കൊമ്പും കുലുക്കി വന്നിരുന്ന കുട്ടിശങ്കനെ കാണെ അവിടെ നിന്നിരുന്ന ഓരോരുത്തരായി പുറകിലേക്ക് വലിയാൻ തുടങ്ങി. ഏതെന്നാ ഇനി ഞാൻ ആരാണെന്ന് അറിയണ്ട്? രുദ്രൻ തനിക്ക് മുമ്പിൽ വിറച്ചേൽക്കുന്നവരെ നോക്കി കനത്ത സ്വരത്തിൽ ചോദിച്ചു. എല്ലാ എണ്ണവും ഒന്ന് പതുങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.